ഷെയ്ത്താൻ തൻ്റെ അനുയായികളോടും തൻ്റെ സഹായികളോടും തന്നെ ഇത്തിബാ ചെയ്യുന്ന തന്നെ പിന്തുടരുന്ന ചെറിയ ഷെയ്ത്താന്മാരോടും ഷെയ്ത്താൻ പറയുമത്രേ, ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല, നമുക്ക് താമസിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഇവിടെയില്ല, നമുക്കിവിടെ ഈ വീട്ടിൽ നമുക്ക് താമസിക്കാൻ കഴിയില്ല, നമുക്കിവിടെ ഭക്ഷണവുമില്ല എന്ന് തൻ്റെ അനുയായികളോട് ഷെയ്ത്താൻ പറയുമത്രേ. എന്താണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സന്ദർഭം വിവരിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു, ഒരാൾ അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി, അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഖാല ശൈത്താനു, ഷെയ്ത്താൻ പറയുമത്രേ, ലാ മബീത ലക്കും, അനുയായികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല, വലാ അശാ, ഇവിടെ ഭക്ഷണവുമില്ല, നിങ്ങൾക്ക് താമസിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് തൻ്റെ അനുയായികളോട് ഷെയ്ത്താൻ പറയുമത്രേ. ഇനി ആരെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ, പ്രവേശിക്കുമ്പോൾ സ്മരിക്കാതിരുന്നാലോ, ഷെയ്ത്താൻ പറയും, അദ്റക്തുമുൽ മബീത, നമുക്കിവിടെ താമസിക്കാൻ താമസ സ്ഥലം സജ്ജമായിട്ടുണ്ട്, വലം യദ്കുറുല്ലാഹ ഇൻദ ദുഖൂലിഹി, ഇങ്ങനെ പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെയും അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ ആ ഷെയ്ത്താൻ അതിലുണ്ടാകുമെന്നും ഷെയ്ത്താൻ ആ വീട്ടിൽ പ്രവേശിക്കും, താമസമാക്കുകയും അതുപോലെ ഭക്ഷണത്തിൽ ഷെയ്ത്താൻ കയറിക്കൂടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.